6 ടൺ, എക്സാക്ട്ലി പറഞ്ഞാൽ 1.5 മില്യൺ യൂണിറ്റ് ഐഫോണുകളാണ് കഴിഞ്ഞ 5 ദിവസത്തിനകം ഇന്ത്യയിൽ നിന്ന് US എയർലിഫ്റ്റ് ചെയ്തത്. റോയിറ്റേഴ്സിൻ്റെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് 6 ചാർട്ടേഡ് കാർഗോ ഫ്ലൈറ്റുകളിലാണ് ആപ്പിൾ ഇന്ത്യയിൽ നിന്ന് US ഐഫോണുകൾ എത്തിച്ചത്. ഇതിനുള്ള കാരണം എന്താണ്? ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ പുതിയ താരിഫ്. അത് ഇന്ത്യയിലല്ല, ചൈനയിൽ കൊണ്ടുവന്നിരിക്കുന്ന 145% താരിഫാണ്. ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് രായ്ക്ക് രാമായണം ആപ്പിൾ ഇന്ത്യയിൽ നിന്ന് ഐഫോണുകൾ 6 ടണ്ണോളം ഐഫോണുകളാണ് US ഷിപ്പ് ചെയ്തേക്കുന്നത്. ആപ്പിളിൻ്റെ US വെയർ ഹൗസിലേക്ക് അടുത്ത കുറച്ച് മാസങ്ങളിലേക്ക് ഉള്ള സ്റ്റോക്കുകൾ ഇപ്പം പൈൽ ചെയ്തേക്കുവാണ്. അപ്പോൾ ഇതിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നൊരു ചോദ്യമാണ്, ഇന്ത്യയിൽ ഐഫോണിൻ്റെ പ്രൈസ് കൂടുമോ ഇല്ലയോ? അതാണ് നമ്മളിന്ന് കാണുന്നത്. 2024 തുടക്കം മുതൽ ഇപ്പം നമ്മളുള്ളത് 2025 ഫസ്റ്റ് ക്വാർട്ടറാണ്. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ആപ്പിൾ ലോകമെമ്പാടും വിറ്റഴിച്ചേക്കുന്നത് 225.9 മില്യൺ യൂണിറ്റ് ഐഫോണുകളാണ്. അതിൽ തന്നെ നിങ്ങൾ ഗ്ലോബൽ സ്മാർട്ട് ഫോൺ മാർക്കറ്റ് ഷെയർ എടുത്ത് നോക്കിയാൽ 27.63%ഓടെ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ബ്രാൻഡാണ് ആപ്പിൾ. എന്നിട്ടും ആപ്പിളിൻ്റെ ഏറ്റവും വലിയ ക്രൈസിസ് ടൈമിലൂടെയാണ് ആപ്പിൾ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെപ്പറ്റി നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. 2024 ഏറ്റവും വലിയ ആപ്പിളിൻ്റെ ഫെയിൽസാണ്. കഴിഞ്ഞ 10 വർഷങ്ങളിൽ വെച്ച് ഏറ്റവും മോശം അവസ്ഥയിലാണ് ആപ്പിൾ ഇപ്പം മറ്റുള്ള കോമ്പറ്റേറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ആപ്പിൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ആപ്പിൾ എങ്ങനെ 1ാം സ്ഥാനത്ത്? അതിനുള്ളൊരു പെർഫെക്റ്റ് എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. 2018 ഫേസ്ബുക്കിനെതിരെ ഉണ്ടായ ക്ലാസ് ആക്ഷൻ ലോ സ്യൂട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. കേംബ്രിഡ്ജ് അനലിറ്റിക്ക എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് ഫേസ്ബുക്ക് അവരുടെ യൂസർ ഡാറ്റ സെല്ല് ചെയ്ത് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കിയതിനെ തുടർന്നുണ്ടായ സംഭവങ്ങൾ. അത് പിന്നീട് 2022 സെറ്റിൽ ചെയ്തത് $725 മില്യൺ. എന്നിട്ടും ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന എല്ലാവരും തന്നെ ഇപ്പോഴും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം തന്നെയാണ് ഇവിടെയും അപ്ലൈ ചെയ്യേണ്ടത്. ആപ്പിളിന് നമ്മൾ ഈ പറയുന്ന ഇത്രയധികം പോരായ്മകളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായിരുന്നിട്ടും എങ്ങനെയാണ് ഗ്ലോബൽ സ്മാർട്ട് ഫോൺ മാർക്കറ്റ് ഷെയറിൽ ഈ ടോപ്പിൽ നിൽക്കാൻ സാധിക്കുന്നത്? അതിന് നിങ്ങൾ ഈ കാണുന്ന സെൻറ്റൻസ് ജസ്റ്റ് ഗൂഗിൾ ഓപ്പൺ ചെയ്ത് അതിലേക്കൊന്ന് സെർച്ച് ചെയ്യുക. അതിലാദ്യം തെളിഞ്ഞു വരുന്ന പേര് ആപ്പിൾ എന്നുള്ളതായിരിക്കും. ഹൈ കസ്റ്റമർ ലോയൽറ്റി ആൻഡ് റിപ്പീറ്റഡ് പർച്ചേസ്. സോ ഇതിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മളുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ആപ്പിളിനെ പറ്റി വെറുക്കുന്ന 2 കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. യൂസർ എക്സ്പീരിയൻസ് തീരെ ഇല്ലാത്ത ഒരു ഫോണാണ് അല്ലെങ്കിൽ ഡിവൈസുകളാണ് ആപ്പിൾ എന്നുള്ളൊരു പൊതുവെ ആളുകളുടെ ഇടയിലുള്ളൊരു പിക്ചറുണ്ട് അല്ലെങ്കിൽ ധാരണയുണ്ട്. രണ്ടാമത്തെ കാര്യമാണ് ഹൈ പ്രീമിയം. നമുക്കറിയാം അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഡിവൈസാണ് ആപ്പിൾ പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങളിപ്പം ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിൽ ഏത് ബ്രാൻഡിൻ്റെയും സാംസങ്ങോ ഗൂഗിളോ അല്ലെങ്കിൽ വിവോ ഓപ്പോ ഇതിൻ്റെ എല്ലാം ബ്രാൻഡുകളുടെ ഹൈ പ്രീമിയം മോഡൽസ് എടുത്തു നോക്കിക്കോ. ഇതിൻ്റെ എല്ലാം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 65+ 65,000 എബോവ് ആയിരിക്കും ഈ പറഞ്ഞ കമ്പനികളുടെ എല്ലാം പ്രീമിയം ഡിവൈസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ 2 കാര്യങ്ങൾക്ക് പുറമെ മൂന്നാമതൊരു കാര്യം കൂടിയുണ്ട്. അതാണ് ഇക്കോസിസ്റ്റം. മറ്റുള്ള ബ്രാൻഡുകൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും ആപ്പിളിന് നിലവിൽ ഓൾറെഡി ഉള്ള വെൽ ബിൽഡായിട്ടുള്ള ഒരു ഗാർഡനാണ് ആപ്പിളിൻ്റെ ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഒരിക്കലും ഈ പറഞ്ഞ 3 കാര്യങ്ങൾ കൊണ്ട് മാത്രം സ്മാർട്ട് ഫോൺ മാർക്കറ്റിൽ പ്രത്യേകിച്ച് ആപ്പിൾ പോലുള്ള ബ്രാൻഡിന് കുറേയധികം പോരായ്മകൾ ഉണ്ടെങ്കിൽ പോലും എങ്ങനെ ഇത്തരം ടോപ്പിൽ അല്ലെങ്കിൽ ഫസ്റ്റിൽ എത്തി നിൽക്കുന്നു? അവിടെയാണ് ആപ്പിളിൻ്റെ മാത്രം സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള ഹൈ കസ്റ്റമർ ലോയൽറ്റി. ഈ പറയുന്ന ലോയൽറ്റി എന്ന് പറയുന്ന വാക്ക് മാത്രമാണ് രണ്ടാമത്തെ കാര്യം വരുന്നത്, റിപ്പീറ്റഡ് പർച്ചേസ്. ഈ 2 കാര്യങ്ങളാണ് ആപ്പിളിനെ ഗ്ലോബൽ സ്മാർട്ട് ഫോൺ മാർക്കറ്റിൽ ടോപ്പ് ഓഫ് ദ ലൈൻ നിർത്തുന്നതിൻ്റെ പ്രധാന 2 കാര്യങ്ങളെന്ന് പറയുന്നത്. അതിൽ ഏറ്റവും നല്ല എക്സാമ്പിൾ ആപ്പിളിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്സ് ആണ്. ആഡുകൾ, പരസ്യങ്ങൾ. അതിൽ ആപ്പിളിൻ്റെ പരസ്യങ്ങൾ ഏത് പ്രോഡക്റ്റിനെ പറ്റിയുള്ള പരസ്യം എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും ഈ സ്പെസിഫിക് പ്രോഡക്റ്റ് ഇല്ലാതെ നിങ്ങൾക്ക് ഈ കാര്യം ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു മെസ്സേജാണ് ഓരോ ആഡിലൂടെയും പരസ്യങ്ങളിലൂടെയും ക്ലിയർ ആയിട്ട് ആപ്പിൾ നമ്മളിലേക്ക് എത്തിക്കുന്നത്. ആ വീഡിയോ കാണുന്ന വ്യക്തിക്ക് ഉറപ്പായിട്ടും ആ ആഡ് കാണുമ്പോൾ തോന്നും, ഈ സാധനം ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു മാക്ക് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. ഈവൻ ദോ ഫെയിൽഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ പോലും ആപ്പിൾ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ റീസെൻ്റ്ലി ഇറങ്ങിയിട്ടുള്ള ആപ്പിളിൻ്റെ ജെന്നിമോജി അല്ലെങ്കിൽ ആപ്പിൾ ഇൻ്റലിജൻസ് ബേസ്ഡ് ചെയ്തിട്ടുള്ള പല പരസ്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇതുണ്ടെങ്കിൽ അത് ചെയ്യാം, ഇതുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു എന്നുള്ളൊരു മൈൻഡ് ഗെയിം സ്ട്രാറ്റജിയാണ് ആപ്പിൾ ഇതുപോലത്തെ ആഡുകളിലൂടെ നമ്മളിലേക്ക് തരുന്നത്. സോ ഇങ്ങനെ ബിൽഡപ്പ് ആകുന്ന ലോയൽറ്റി ഇത് വെറുതെ ഉണ്ടാകുന്ന ഒരു ഫാൻ ബേസോ കാര്യമല്ല. ആ ലോയൽറ്റിയാണ് സെയിൽസിലേക്ക് അവർ കൺവേർട്ട് ചെയ്യുന്നത്. അതാണ് റിപ്പീറ്റഡ് പർച്ചേസ്. അതിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് ഞാൻ. കാരണം ഞാൻ ഈ ചാനൽ തുടങ്ങിയതും ഈ വീഡിയോസ് ചെയ്യുന്നതും എനിക്ക് ഇതിനകത്തുണ്ടായിരുന്ന ഇൻട്രസ്റ്റാണ്. ആ ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുത്തത്
ആപ്പിളിൻ്റെ ഓരോ വീഡിയോസാണ്. സ്റ്റീവ് ജോബ്സിൻ്റെ പല വീഡിയോസും ഞാൻ കണ്ടിട്ടാണ് ആപ്പിളിൻ്റെ മാക് OSലേക്ക് ഞാൻ അട്രാക്റ്റ് ആവുകയും അവിടെ നിന്നാണ് ഞാൻ ഐഫോണിലേക്കും അങ്ങനെയുള്ള എല്ലാ ഡിവൈസുകളെ പറ്റി പഠിക്കാനും അറിയാനും ഒക്കെ തുടങ്ങിയത്. അവിടെ നിന്നാണ് എൻ്റെ ഫസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ പോലും, ഈ ഒരു ഐഫോൺ ഉള്ളതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോ പോലും ഞാൻ ചെയ്യുന്നത്. നമ്മുടെ ഈ ചാനലിലെ ഏറ്റവും ഫസ്റ്റ് വീഡിയോ നിങ്ങൾ നോക്കിയാൽ കഴിഞ്ഞ 10 വർഷത്തിനധികമായിട്ട് ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പം ഇവിടെയുള്ള പല മലയാളി യൂട്യൂബേഴ്സിനേക്കാൾ മുന്നേ തന്നെ ഞാൻ ഇംഗ്ലീഷിൽ വീഡിയോ ചെയ്യാൻ തുടങ്ങിയതാണ് ഈ ഒരു ഐഫോണിനെ പറ്റിയും മാക്കിനെ പറ്റിയൊക്കെ. എന്നെപ്പോലെ തന്നെ ഇതുപോലത്തെ ഉള്ള പ്രോഡക്റ്റുകൾ കണ്ട് ഇൻസ്പയർഡ് ആയിട്ടുള്ള ലക്ഷക്കണക്കിന് വ്യക്തികളുണ്ട്. ഇങ്ങനെ ഉണ്ടാകുന്ന റിപ്പീറ്റഡ് പർച്ചേസിലൂടെയാണ് ആപ്പിൾ എല്ലാ തവണയും സെയിൽസിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. ഇനി നമ്മുടെ ഇന്ത്യയിൽ US ഇമ്പോസ് ചെയ്യാൻ പോകുന്ന 26% താരിഫാണ്. നിലവിൽ ഈ ഒരു 26% താരിഫ് US ഗവൺമെൻറ് സസ്പെൻഡ് ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ അടുത്തെങ്ങും നമുക്ക് ആപ്പിൾ പ്രോഡക്റ്റുകൾക്ക് ഇന്ത്യയിൽ പ്രൈസ് കൂടാൻ പോകുന്നില്ല അല്ലെങ്കിൽ വർദ്ധിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ഇനി നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഡിസ്കഷനുകൾക്ക് ശേഷം ഒരു പക്ഷേ ഈ ഒരു താരിഫ് കുറച്ചേക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ വന്നേക്കാം. അങ്ങനെ എന്തെങ്കിലും വന്നാൽ തന്നെ നമ്മൾ ഇന്ത്യക്കാർ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം പ്രോഡക്റ്റുകൾക്ക് അത്ര അധികം പ്രൈസ് ഇംപ്രൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഇൻക്രിമെൻറ്റ് വരാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ആപ്പിളിന് ചൈനയ്ക്ക് പുറമെ മറ്റ് പല രാജ്യങ്ങളിലും ഫാക്ടറീസ് ഉണ്ട്. ഇന്ത്യ, ബ്രസീൽ, തായ്ലാൻഡ്, വിയറ്റ്നാം ആൻഡ് മലേഷ്യ, ഇങ്ങനെ 5 രാജ്യങ്ങളിലാണ് ഫാക്ടറീസ് ഉള്ളത്. അതിൽ 3 ഇന്ത്യയിലാണുള്ളത്. ഒന്ന് ഫോക്സ്കോണിൻ്റെയും 2 വിസ്ട്രോണിൻ്റെ പേരിലുള്ള, അതിപ്പം നിലവിൽ ഏറ്റെടുത്ത് നടത്തുന്നത് ടാറ്റ ഗ്രൂപ്പാണ്. അങ്ങനെ 3 അസംബ്ലി യൂണിറ്റ് അല്ലെങ്കിൽ ഫാക്ടറീസ് ഇന്ത്യയിൽ മാത്രമായിട്ടുണ്ട്. ഇന്ത്യയിൽ ആപ്പിളിന് ഈ ഒരു സംവിധാനം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒത്താശയോടെ പൊതുവെ നീണ്ടു നിൽക്കുന്ന കസ്റ്റംസ് ക്ലിയറൻസ് പ്രോസസ്സുകളെല്ലാം തന്നെ മണിക്കൂറുകളോടാണ് ഇന്ത്യ ഗവൺമെൻറ് കംപ്ലീറ്റ് ചെയ്ത് ആപ്പിളിനെ പ്രോഡക്റ്റുകളുമായിട്ട് ഇന്ത്യയിൽ നിന്ന് എയർലിഫ്റ്റ് ചെയ്യാൻ അനുവദിച്ചത്. ഈ കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെ ഇന്ത്യക്ക് വരാൻ പോകുന്നത് കുറേയധികം നേട്ടങ്ങളാണ്. നിലവിൽ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതികളുടെ ഭാഗമായിട്ടാണ് ആപ്പിൾ ഇന്ത്യയിൽ മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്തത്. ഇന്ത്യ ഗവൺമെൻറ് ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഇന്ത്യയിൽ ഓപ്പൺ ചെയ്യാൻ അനുവദിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 30% ലോക്കലി സോഴ്സ് ചെയ്യണം. നിലവിൽ ഐഫോൺ ഉപയോഗിക്കുന്ന 3-4 കമ്പോണൻറ്റുകളാണ് ഇന്ത്യയിൽ ലോക്കലി സോഴ്സ് ചെയ്യുന്നത്. അതിലൊന്നാണ് ബാറ്ററി, 2 ടാറ്റ പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റൽ കേസിങ്, അതായത് നിങ്ങൾ ഈ കാണുന്ന ഷാസി, ഈ ഒരു മെറ്റൽ വരുന്ന ഭാഗം, ഇത് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുമ്പം അതിനുള്ള കമ്പോണൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ടാറ്റയാണ്. 3 USB Type-C പോർട്ടും അതിൻ്റെ മോഡ്യൂളും. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നിലവിൽ ലോക്കലി സോഴ്സ് ചെയ്യുന്നത്. എന്നാൽ മുന്നോട്ട് പോകുന്നതനുസരിച്ച് ഇന്ത്യയിൽ നിന്ന് തന്നെ ലോക്കലി സോഴ്സ് ചെയ്യാൻ പോകുന്ന മറ്റ് കുറച്ച് കമ്പോണൻസ് ആണ്. അതിലൊന്നാണ് ഡിസ്പ്ലേ എന്ന് പറയുന്നത്, ഐഫോൺ ഡിസ്പ്ലേ, അതോടൊപ്പം ക്യാമറയുടെ ലെൻസ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇനി മുന്നോട്ട് പോകുമ്പം ഇന്ത്യയിൽ നിന്ന് തന്നെ ലോക്കലി സോഴ്സ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാകാൻ പോകുന്ന അഡ്വാൻറ്റേജ് കുറച്ചും കൂടെ പ്രൈസ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ്. 2, ഇപ്പോൾ നിലവിൽ ആപ്പിളിൻ്റെ R&D, അതായത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ടീം, അല്ലെങ്കിൽ അതിൻ്റെ പരിപാടികളെല്ലാം നടക്കുന്നത് US-ലും ചൈനയിലും ജർമ്മനി, ഇങ്ങനെയുള്ള രാജ്യങ്ങളാണ്. എന്നാൽ നിലവിൽ ആപ്പിളിൻ്റെ അപ്കമിങ് സീരീസ് ആയിട്ടുള്ള ഐഫോൺ 17 സീരീസിൻ്റെ സ്റ്റാൻഡേർഡ് മോഡൽസിൻ്റെ 2 സ്റ്റാൻഡേർഡ് മോഡൽസ് ഉണ്ട്. അതിൽ ഈ 2 മോഡൽസിൻ്റെയും NPIയും ആ ഒരു NPI പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് അത് ട്രാൻസ്ഫോം ചെയ്യുന്നത് പിന്നെ പ്രോട്ടോടൈപ്പിങ്ങിലേക്കാണ്. പ്രോട്ടോടൈപ്പിങ്ങിൽ നിന്ന് ഒരു മാസ് പ്രൊഡക്ഷൻ ബ്ലൂ പ്രിൻറ്റിലേക്ക് പോകുന്നുണ്ട്. ഈ പ്രോസസ്സുകളെല്ലാം ഇനി നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇപ്പം കറൻറ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലാണ്. സോ ഇതിനെല്ലാം വേണ്ട ഹൈ പ്രിസിഷൻ ടൂൾസ്, സബ്സിഡറി ആയിട്ടുള്ള കമ്പോണൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇന്ത്യയിലേക്ക് വളരെയധികം ഫോക്കസ് അല്ലെങ്കിൽ വളരെയധികം പ്രാധാന്യം ചൈനയിൽ നിന്ന് മാറി ആപ്പിൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. കാരണം ചൈനയിൽ ഇമ്പോസ് ചെയ്തേക്കുന്ന താരിഫാണ്. അപ്പോൾ ഇതോടെ ഇന്ത്യക്ക് വലിയൊരു ചുമതല അല്ലെങ്കിൽ ഉത്തരവാദിത്വമാണ് ഇതോടെ ലഭിക്കാൻ പോകുന്നത്. ഇതിനോടൊപ്പം തന്നെ ആപ്പിൾ ഇന്ത്യയിൽ പ്രൊഡക്ഷൻസ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ഐഫോണുകൾ മാത്രമാണ് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്നത്. ബാക്കി നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ആപ്പിൾ പ്രോഡക്റ്റുകളും ഇൻക്ലൂഡിങ് ആപ്പിൾ വാച്ച്, ഐപാഡ്, ഇതെല്ലാം തന്നെ ആപ്പിൾ വെളിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുവാണ് ഇങ്ങോട്ടേക്ക്. എക്സെപ്റ്റ് എയർപോഡ് അതുപോലുള്ള കുറച്ച് ആക്സസറീസും ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. എന്നാൽ താമസിക്കാതെ ആപ്പിൾ മറ്റുള്ള പ്രൊഡക്ട്സിനുള്ള മാനുഫാക്ചറിങ് എക്സ്പാൻഷനും ഇന്ത്യയിൽ കൊണ്ടുവരും എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ നോക്കിയാലും നമുക്ക് ഒരു നഷ്ടമെന്ന് പറയാനില്ല. അതോടൊപ്പം തന്നെ പ്രൈസ് ഇൻക്രിമെൻ്റ് കാര്യം നമ്മളെ വലിയ രീതിയിൽ ബാധിക്കാനും പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലുള്ള ആപ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും നിങ്ങൾ ഫോളോ ചെയ്യുക. സോ ദിസ് ഇസ് Milan. Catch you guys next one. Peace.